ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. കേരളത്തിന്റെ പൊതുകടം ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ നിലയിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 2500 കോടി രൂപ കടമെടുത്തതോടെ സംസ്ഥാനത്തിന്റെ ഗതി അതീവ ദുർബലാവസ്ഥയിലുമാണ്. 19 വർഷത്തേക്ക് 7.24% പലിശയ്ക്കാണ് ഈ ആഴ്ച കടമെടുത്തത്. ഇതോടെ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സാമ്പത്തിക വർഷത്തെ അവസാന പാദത്തിലെ കടമെടുപ്പ് 4000 കോടി രൂപയിലും എത്തി. നടപ്പു സാമ്പത്തിക വർഷത്തിലെ കടം 36,002 കോടി രൂപയുമായി. 2016 കേരളത്തിന്റെ കടബാധ്യത 1.62 ലക്ഷം കോടി രൂപയായിരുന്നു. അവിടെ നിന്നാണ് 8 വർഷം കൊണ്ട് 4.29 ലക്ഷം കോടിയിലേക്ക് കടം കുതിച്ചു കയറിയത്. യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ ഈ കൊല്ലം 6000 കോടി കടമെടുക്കുവാൻ അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേരളം. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ഈ കാലയളവിൽ 8000 കോടി രൂപ കൂടി കടമെടുക്കുവാൻ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം കേരളത്തിന് അനുമതി നൽകിയിരുന്നു. അതോടെ മാർച്ച് മാസത്തിൽ ചെലവ് എങ്ങനെ മറികടക്കണമെന്ന ആശങ്കയുമുണ്ട്. പ്രതിമാസം ദൈനംദിന ചെലവുകൾക്കായി വരുമാനത്തിന് പുറമെ 3000 കോടി രൂപയോളം സർക്കാരിന് അധികം ചെലവാകുന്നു എന്നാണ് കണക്ക്. കടമെടുപ്പിലൂടെയും ചെലവ് വെട്ടിച്ചുരുക്കിയും മറ്റുമാണ് സർക്കാർ ഈ തുക കണ്ടെത്തുന്നത്. അവസാന മാസങ്ങളിൽ ചെലവ് വർദ്ധിക്കുമെന്നതിനാൽ ഈ തുക മതിയാകുമോ എന്നാണ് ആശങ്ക. സംസ്ഥാനത്തിന്റെ ആകെ കടം ഭദ്രമായ നിലയിലാണോ എന്ന് വിലയിരുത്തുന്നത് കടം GSDPയുടെ നിശ്ചിത ശതമാനം കടന്നു എന്നും നോക്കുകയാണ്. FRBM ആക്ടിൽ ആകെ കടം GSDPയുടെ 29% കവിയരുതെന്ന് നിഷ്കർഷിക്കുമ്പോൾ 2018 ഈ നിയമം പരിഷ്കരിക്കുന്നതിനായിട്ട് നിയോഗിച്ച NK സിംഗ് സമിതി നിർദ്ദേശിച്ചത് 20% താഴെ നിലനിൽക്കണമെന്നാണ്. 2018 മുതൽ 2023 വരെ 94,271.83 കോടി രൂപയാണ് കൂടിയത്. കടം കൂടി വരുന്ന പ്രവണത ഭാവിയിൽ കടത്തിന്റെ സുസ്ഥിരതയെ പ്രതികൂലമായി ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സംസ്ഥാനത്തിന്റെ തെറ്റായ ചില നയങ്ങളാണ് ഈ അവസ്ഥയ്ക്ക് വഴിയൊരുക്കിയത്. 1983-84 കാലഘട്ടത്തിൽ റവന്യൂ കമ്മിയിലേക്ക് സംസ്ഥാനം എത്തിക്കഴിഞ്ഞിരുന്നു. വരവിനേക്കാൾ കൂടുതൽ ചെലവ് കേരളത്തെ കാർന്നു തിന്നുവാൻ തുടങ്ങി. അന്ന് തുടങ്ങിയ ധനപ്രതിസന്ധിയെ സർക്കാർ പരിഹരിച്ചു. എന്നാൽ പിന്നീട് അങ്ങോട്ട് വിഭവ സമാഹരണത്തിന് പുതിയ മാർഗങ്ങൾ കൊണ്ടുവരാൻ സാധിക്കാതെയായത് നികുതി വരുമാനം വർദ്ധിക്കാത്തതിന് കാരണമായി. നികുതി വർദ്ധിക്കാത്തത് വീണ്ടും കടമെടുപ്പിന് പ്രേരകമായി. ഓരോ സാമ്പത്തിക വർഷവും ഈ ചങ്ങലയിൽ കൂടുതൽ കടത്തിന്റെ കണ്ണികൾ കൂട്ടിച്ചേർക്കുവാൻ തുടങ്ങി. അങ്ങനെ 2023 ആയപ്പോഴേക്കും കേരളം കടമെടുത്ത് ശമ്പളവും പെൻഷനും നൽകേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. വിഭവ സമാഹരണത്തിനായി കൂടുതൽ മദ്യത്തിലും ലോട്ടറിയിലും ആശ്രയിച്ചു. ഫലമോ 1970-ൽ 14.77% കേരളത്തിൽ നിന്നും മദ്യത്തിനും ലോട്ടറിക്കും കേരളത്തിന്റെ തനത് റവന്യൂ വരുമാനത്തിൽ പങ്ക്. ഇന്നത് 36% മുകളിലാണ്. 1957-ൽ 25% മദ്യത്തിന്റെ നികുതി 247% വരെ വർദ്ധിച്ചു. കടമെടുക്കുന്നതനുസരിച്ച് കേരളത്തിന്റെ പലിശ ബാധ്യത വർദ്ധിക്കുന്നു. കേരളം ഇപ്പോൾ കടമെടുക്കുന്നത് കൂടുതലും ശമ്പളവും പെൻഷനുമൊക്കെ നൽകുന്നതിന് വേണ്ടിയാണ്. ഇന്ത്യയിലെ 17 പ്രധാന സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ശമ്പള പെൻഷൻ ബാധ്യത ഏറ്റവും കൂടുതൽ കേരളത്തിനാണെന്ന് പറയേണ്ടി വരും. 2021-22 കണക്കുകൾ പ്രകാരം ശമ്പള പെൻഷൻ ബാധ്യതകളുടെ കാര്യത്തിൽ 17 സംസ്ഥാനങ്ങളുടെ ആകെ ശരാശരി നോക്കിയാൽ അത് 40.63%. എന്നാൽ കേരളത്തിന്റെ കാര്യം വരുമ്പോൾ അത് 61.32%. 17 സംസ്ഥാനങ്ങളുടെ ശരാശരിയേക്കാൾ മുകളിലാണ് കേരളത്തിന്റെ ബാധ്യത എന്ന് കാണാം. അതായത് തനത് വരുമാനത്തിന്റെ 61.32% ശമ്പള പെൻഷൻ ചിലവുകളാണ്. പെൻഷന് വേണ്ടി മാത്രം 23.6% നീക്കിവെക്കണം. ചെലവ് കുറയ്ക്കുക എന്നത് മാത്രമാണ് പരിഹാരം. വരുമാനത്തിന്റെ സിംഹഭാഗവും അപഹരിക്കുന്ന ശമ്പളവും പെൻഷനും ഇനി വെട്ടിക്കുറയ്ക്കുവാൻ സാധിക്കില്ല. പകരമായി അനാവശ്യ ധൂർത്തും ആഡംബരത്തോടുള്ള പ്രവർത്തനങ്ങളും ഈ സർക്കാർ ഒഴിവാക്കേണ്ടതുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ വരുന്ന തലമുറ വലിയ വില നൽകേണ്ടി വരും തീർച്ച.